അപ്പോൾ ഉമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ ഇബ്രാഹിം തങ്ങൾ നാട് വിട്ടു പോയതിന് ശേഷം, അള്ളാഹുൽ സുവിദായതിന് ശേഷം, മോനെ, നിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ആനന്ദം കണ്ടെത്താറ്. അതുകൊണ്ട് മോനെ, നീ പോകരുത്, മോനെ, നീ രാജ്യം വിട്ട് വാപ പോയതുപോലെ പോകരുതേ എന്ന് ഉമ്മ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ മകനതാ സഖി ചെയ്യുവാൻ നീ ഒഴികെ മറ്റൊരു തേരിയില്ല എന്നിൽ, സമ്മതം ഒരു കാലവും മന തന്നിടാനെന്നിൽ. ഒരിക്കലും മോനെ ഞാൻ സമ്മതം തരൂല, ആ ഭാവ പോയതുപോലെ നീ പോകരുത് എന്നവിടുന്ന് ഉമ്മ പറയുന്നുണ്ടെങ്കിലും അവിടുന്ന് മകൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണ് മകൻ ചിന്തിക്കുന്നത്? പാർത്തലമ്മക്കാവിൻ ഹജ്ജിൻ വാരും എന്നോർത്താറ് ചതുറൽ ഫുലകരെയും കൂട്ടി ബൽഹാമുൽക്ക് വിട്ട് സന്തതി അത് ഹമ്മതെന്നവർ താൻ പുറപ്പെട്ട് പിതയാരെ കാമ്പതുക്കുൾ ആശയാൽ നടന്ന് മക്ക. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ ബാപ്പാനെ അന്വേഷിച്ച് പോവുകയാണ്, നിങ്ങൾ സമ്മതം തരണം. ഹജ്ജിൻ്റെ കാലമാണ് വരുന്നത്, അവിടെ വാപ്പ ഉണ്ടാവും, വാപ്പ അവിടെ വരാതിരിക്കൂല, മക്കത്തെന്തായാലും വാപ്പ വരും. അതുകൊണ്ട് എനിക്ക് പോകാൻ സമ്മതം തരണം, എനിക്കും പരിവാരങ്ങൾക്കും. അങ്ങനെ കുറച്ച് ആളുകളെയും കൂട്ടി മകൻ അതാ മക്കയിൽ ഹജ്ജിൻ്റെ കാലം, ഹജ്ജിൻ്റെ സീസണായപ്പോൾ അവിടേക്ക് തിരിക്കുകയാണ്. അവിടെ വെച്ച വാപ്പാനെ കാണുമെന്നുള്ള, അവിടെ കണ്ട് മുട്ടണം, അവിടുന്ന് വാപ്പാനെ കാണണം എന്നുള്ള തീരുമാനത്തിൽ അതാ മകൻ ബൽഹായിൽ നിന്ന് കുറച്ച് ആളുകളുമായി മക്കയിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. അവരവിടെ ഇരിക്കട്ടെ. ബൽഹായിൽ നിന്നും വന്ന തമ്പുകാർ തമ്പ് കെട്ടി മക്കയിൽ താമസമാക്കിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ കുട്ടിയും ഒരു തമ്പിലുണ്ട്. ആ കുട്ടി തമ്പിൽ ഖുർആൻ ഓതിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തതാ കുറച്ച് ഫക്കീറന്മാരായ ആളുകൾ തമ്പിൻ്റെ മുമ്പിലൂടെ നടന്നു വരികയാണ്. ഈ പൊന്നോമന പുത്രൻ ഒരു കുട്ടി തമ്പിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കരയുന്ന രംഗം മാത്രമല്ല, ഖുർആൻ ഓതിയിട്ടാണല്ലോ കരയുന്നത്. ഉടനെ ചെന്ന് കുറച്ച് ഫക്കീറന്മാർ ആ കുട്ടിയിരിക്കുന്ന തമ്പിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കുട്ടിയെ വിളിക്കുകയാണ്. കുട്ടിയെ വിളിച്ചപ്പോൾ ശക്കിലെങ്കൽ മൊളിന്തവർ നമുക്കുള്ളേ ശൈഹാം അവർ ഇപ്പോൾ ഇവിടം അതും ഇല്ല. അപ്പോൾ കുട്ടിയെ ചെന്ന് കുട്ടിയെ തട്ടി വിളിച്ച് എന്താണ് കരയണത് എന്ന് ചോദിച്ചു. ഖുർആനോദി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫക്കീറന്മാരോട് കുട്ടി പറഞ്ഞു, എൻ്റെ പിതാവ് ഇങ്ങനെ ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ ബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു. രാജകൊട്ടാരം വിട്ടേച്ച് പോന്നിട്ട് കാലങ്ങളായി. അപ്പോൾ ഹജ്ജിൻ്റെ കാലമാകുമ്പോൾ മക്കത്ത് വരുമെന്നുള്ള ആ ഒരു ഉദ്ദേശലക്ഷ്യം മനസ്സിൽ വെച്ച് ഇവിടെ വന്ന് കൂടിയതാണ്. എൻ്റെ പിതാവിനെ പലയിടത്തും അന്വേഷിച്ചു, കണ്ടില്ല. അപ്പോൾ ഫക്കീറന്മാർ തമ്മിൽ പറയാൻ തുടങ്ങി, നമ്മളെ ഷെയ്ഖായ, നമ്മളുടെ നേതാവായ ഗുരുവായ ഇബ്രാഹിം തങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. അങ്ങനെ ശക്കില്ല എങ്കൾ മോളിന്താവർ നമുക്കുള്ള ശൈഖാമവർ ഇപ്പോൾ ഇവിടം ഇല്ല, വിറകിൻ സെഹ്റാവത് കൊള്ളെ ഉളർന്ന് ചൊല്ലാൻ. അപ്പോൾ ഇവർ പരസ്പരം തമ്മിൽ പറഞ്ഞു, ഈ കുട്ടി അന്വേഷിക്കുന്നത് നമ്മുടെ നേതാവാണ്, പക്ഷെ ഓലിപ്പോൾ ഇവിടെ അല്ല കുട്ടിയെ, ഓല് വിറകിന് വേണ്ടി അതാ കാണുന്ന മലയിലേക്ക് പോയിരിക്കുകയാണ് വിറക് വെട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് കുട്ടിയോട് പറഞ്ഞെങ്കിലും കുട്ടി അതാ ആ മലയെ ലക്ഷ്യമാക്കി, ആ വഴിയെ ലക്ഷ്യമാക്കി, മലയിലേക്കുള്ള വഴിയെ ലക്ഷ്യമാക്കി കുട്ടി മെല്ലെ നടക്കുകയാണ്, ആരെയും കാണാതെ. കാരണം വിറകിന് പൊയ്ക്കണു എന്നുള്ള വിവരം കിട്ടിയാലോ, അപ്പം ഇനി വരുമ്പോൾ പിടിച്ചാന്നുള്ള നിലക്ക് വഴിയിൽ ചെന്ന് കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാ ഒരു മനുഷ്യൻ ആയി ഒരു ശൈബ മുതു തന്നിൽ ഹതേബേറ്റി ആക്കം വിടുന്തേറ്റം ഞെരുക്കം പൂണ്ട് ഒരു വിറക് വെട്ട് തലയിൽ വെച്ചുകൊണ്ട് ആ മലയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് കുട്ടി മനസ്സിൽ കരുതി, അത് തന്നെയായിരിക്കും എൻ്റെ പിതാവ്. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.